ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പം നല്ല മഴയാണ് കേട്ടോ. തലേദിവസം എടുത്തു വെച്ച വീഡിയോ ആണേ. അപ്പം രാത്രിയെല്ലാം പാത്രമൊക്കെ കഴുകി നല്ല നീറ്റായിട്ടായിരുന്നു നമ്മൾ പോയി കിടന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട്. അപ്പം നമ്മൾ രാവിലെ എണ്ണീറ്റിട്ടുണ്ട്. നല്ല മഴയാണ്. അതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് വന്ന് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ? അപ്പോൾ ചായക്ക് പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ചായ ചൂടോടൊരു ചായ ഇട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലയൊക്കെ ഇട്ടു, പഞ്ചസാരയൊക്കെ ഇട്ടു. അപ്പോൾ നല്ലപോലെ ചായ ഒന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുത്തു. അതേ ചായയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ ഒരു ചായ കുടിക്കാം. നിങ്ങളുടെ അവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് ഗൈസ്? അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. കുറേ ഭാഗങ്ങളൊക്കെ എടുത്തു. മഴയാണ്ട് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ദേ രാവിലെ ചായ ഇട്ടു, ചൂടോടെ ചായയൊക്കെ തിളച്ച് വന്നു. ഇനിയിപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് രാവിലത്തെ പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതേ ഒരു പാത്രത്തിൽ അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ചായയൊക്കെ ഒന്ന് അരിച്ച് സെറ്റാക്കി എടുക്കാം. ചായയൊക്കെ അരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് രാവിലത്തെ പരിപാടി തുടങ്ങാം. അപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് ഉണങ്ങിയാൽ ഉണങ്ങി വരുമല്ലോ പകുതി മുക്കാലും. പിന്നെ നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കാം. ചെറിയ വെയിലെങ്ങാനും വന്നാലൊന്ന് എടുത്ത് വെയിലത്തിടാമെന്നുള്ളൊരു വിചാരത്തിലാണ് തുണിയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ചായ ചൂടോടെ കുടിക്കാം. ദേ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടാം. ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കുറച്ച് കപ്പ എടുത്ത് അങ്ങ് പുഴുങ്ങി കേട്ടോ. രാവിലെ ദേ ചൂടോടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തനി നാടൻ ഫുഡ്. ഉണക്കമീൻ വറക്കുവാണ്. ചമ്മന്തി ഉണ്ട് കേട്ടോ. പച്ചമുളകാണ് ചമ്മന്തി. കാന്താരി കിട്ടാനില്ലല്ലോ. അപ്പോഴത്തേന് രാവിലത്തെയും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ഉള്ളത് കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ പിന്നെ പരിപ്പ് കറി വെച്ചു, ക്യാബേജ് തോരൻ വെച്ചു. അതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെന്താണ്, ചോറൊക്കെ ദേ ഇവിടെ ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഉണക്കമീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ മീൻ മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കുറേയൊക്കെ എടുത്ത് വിരിച്ച് കൊടുത്തു. കുറച്ച് നേരമൊക്കെ വെയിലൊക്കെ കിട്ടി, ശാല സമയമൊക്കെ. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് തോന്നി കിട്ടി. പിന്നെ ബാക്കിയെല്ലാം ബക്കറ്റിൽ മടക്കി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ അരി ഇവിടെ വാർത്തിട്ടേക്കാണ് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഈവനിങ് ആയി. ഇനിയിപ്പം നമുക്ക് അടൂര് വരെ ഒന്ന് പോയിട്ട് വരണം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, പോയിട്ട് വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതേ ഭയങ്കര മഴയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ അടൂരോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി ആദ്യം ചെന്നത് തോംസൺ റെസ്റ്റോറൻറ്റിലായിരുന്നു. മക്കൾക്ക് ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നത് ബിരിയാണി തീർന്നു പോയി. പിന്നെ നമ്മൾ 2 ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ട് അപ്പുറത്ത് കാലിക്കറ്റ് എംപയർ ചെന്ന് കേട്ടോ. അതും ഒരു റെസ്റ്റോറൻറ്റാണ്. അവിടെ ചെന്ന് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ. സൂപ്പർ മാർക്കറ്റിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ എല്ലാം ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ നേരെ സാധനമൊക്കെ വാങ്ങിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ സാധനമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വന്ന ഓർഡറൊക്കെ പിക്ക് ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴും മഴ തോന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ബിരിയാണി ബീഫ് ഫ്രൈ ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.